മിനാർ പോലെ ഒരു പാറ വയ്ക്കും. ഇത്ര സമയം റോഡ് അറിയാൻ വേദന നിന്നത് ഇപ്പം കിട്ടി. അതായത് അത് കളിച്ചോ കൊച്ചുങ്ങൾ മണ്ണിൽ കളിക്കണമെന്നാണ് കളി. നന്നായിരിക്കട്ടെ. അപ്പം നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി. അതാണ് അപ്പം നമ്മൾ പിന്നെ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നമ്മൾ ബൈപ്പാസിലോട്ട് നടക്കാൻ പോകും. ഇവരെന്നെ നടക്കാൻ കൊണ്ടുപോകണം. അത്രയും ദൂരമാണ്. ഞാൻ എപ്പോഴും ലീലാമ്മയുടെ കൂടെ അവരെ വീട്ടിൽ പോകും. ഇത് എന്ത് അങ്ങ് പോണോ? അങ്ങറ്റം ശരീരമൊക്കെ ഇങ്ങോട്ട് വരുന്നവനെ ആ പകുതി പോയി അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നു. എന്തൊരു ബുദ്ധി. പോവാം. കാറ് വരുന്നുണ്ട് അവിടെ നിന്ന്. പൊടി പാറിക്കാറ് വരുന്നു. മരുഭൂമി നിറയെ പൊടിയാണ് കേട്ടോ. നമ്മളെ പുതിയ റോഡ് അടിപൊളി റോഡാണ്. ഈ റോഡ് വഴി നമ്മൾ നേരെ തിരുവനന്തപുരത്ത് നമുക്ക് നടക്കാം. അമ്മ ഫോണൊക്കെ എൻ്റെ എത്താ കിണഞ്ഞടിച്ചെന്ന് വീടല്ലേ കുട്ടമ്മ പോവായി. വീഡിയോ എടുത്ത നന്ദി എടുത്തു. മര്യാദയ്ക്ക് നടന്നു പോകും. നമുക്കൊരു ബൊക്കെ ഉണ്ടാക്കി. ഹാപ്പി ഇവിടെ നിന്ന് നേരെ ഇവിടം വരെ തിരുവനന്തപുരം സെൻട്രൽ. എന്തോന്നടാ പോന്നത്? ഇങ്ങോട്ടാണ്. ഇത് ആടുജീവിതത്തിലെ ഇതാണ് ആടുജീവിതത്തിലെ മരുഭൂമി. ഇതാണ് ആടുജീവിതത്തിലെ നജീബ്. തട്ടിയൂല. അത് നമ്മളെ സ്വന്തം ജിത്തുവാണ്. ഓക്കെ, ഇവിടെ നിന്ന് ചാടാൻ പോയാണ് സുഹൃത്തുക്കളെ. ഇത് കണ്ട നമ്മൾ നേരത്തെ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. ഇവിടെ എത്തി. അങ്ങനെ നമ്മൾ നടന്ന് അവിടെ നിന്ന് ഇങ്ങ് വരെ എത്തി. നമ്മൾ അയ്യോ എവിടെ കാണാനില്ല. നമ്മൾ ആട് ജീവിതത്തിൽ മരുഭൂമി എത്തിയെന്നാണ് തോന്നുന്നത്. കണ്ടതുപോലെ തന്നെ ഇത് ഇവിടെ നിന്ന് ഇത്ര മണ്ണിടിച്ച് താഴ്ത്തിയതാണ്. അയ്യോ എന്ത് രസം നോക്ക്. പണ്ട് ഇതിൻ്റെ മോളിൽ കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. മോളിൽ കൂടെ ആരും പോകില്ലായിരുന്നു. ഇവിടെ എന്തോ വീടോ അല്ലെങ്കിൽ ആരും ഉപയോഗിക്കായിരുന്ന പെരേടോ അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ അതാണ് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള മണ്ണുകളാണ് ഈ അടിഞ്ഞുകൂടി കിടക്കുന്നത്. ഇത് മറ്റേ ഇഷ്ടം പോലെ ഈ ബൈപ്പാസിന്റെ പണി നടന്നതിന് ശേഷം കുറേ പാവപ്പെട്ടവർക്കും
കുറേ ചെറിയ വീടൊക്കെ വെച്ച് കിടക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് സഹായമായി. കാരണം അവർക്കൊക്കെ അതായത് പെരേടത്തിന് നല്ല വില കിട്ടിയപ്പോഴും അവർ നല്ല നല്ല വീടുകളൊക്കെ വെച്ചു. ഇവിടെ ഇഷ്ടംപോലെ നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഇഷ്ടംപോലെ നല്ല നല്ല വീടുകളായിരുന്നു. നാടിന് നല്ല വികസനമൊക്കെ ഉണ്ട്. കൊള്ളാം, അടിപൊളി അടിപൊളി. പക്ഷെ നടക്കാൻ വയ്യ. അയ്യോ, എവിടെ എത്തിയില്ല. നടന്ന് കാലൊക്കെ ഒരു പരിവായി കഴിഞ്ഞു. മറിഞ്ഞു വീഴാൻ പോയി. വലിയ ഡയലോഗൊക്കെ അടിച്ച് വന്നായിരുന്നു. പാലം പണി നടക്കുന്ന സ്ഥലത്തെത്തി. കണ്ട, ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഇവിടെ കുഴിയാണെന്ന് തോന്നുന്നു. കാല് മൊത്തം കണ്ട പണി കിടക്കുന്ന JCB വെച്ച് പണി കിടക്കുന്നു. അയ്യോ, ഇത് നോക്ക്, കുത്തബ് മിനാർ പോലെ ഒരു പാറ വയ്ക്കുന്ന. ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. ഈ പാറയുടെ മുകളിൽ നിന്നൊരു വൈറൽ വീഡിയോ എടുക്കായിരുന്നു. പേരാ എന്തോന്ന്? എവിടെ പോയാണ് തന്നെ. അതുകൊണ്ടാ എന്താണ് പോയോ ഉരുണ്ട പറയണം. മണ്ണ് പോവേണ്ട. വീട്ടിൽ ചെല്ലണേ ഉമ്മ മിക്കവാറും കയറ്റൂല. നോക്കിയാണ് പൊടി പറത്തി പോകുന്നുണ്ട്. ഫൈനലി നമ്മൾ എത്തിച്ചേർന്നു. നമ്മൾ വരണമെന്ന് വിചാരിച്ച സ്ഥലമാണ്. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല. ഇത് റോഡ് പണിയൊക്കെ നടന്നതുകൊണ്ട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ വെട്ടിത്തെളിച്ച് കാടൊക്കെ വെട്ടിത്തെളിച്ച് നല്ല അടിപൊളി സ്ഥലമാക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഡേ കണ്ട, ഇവിടെയൊക്കെ ഭയങ്കര കാടായിരുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. ഇത് നമ്മുടെ പൂവമ്പാറ പാലത്തിൻ്റെ ബാക്കിയാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടില്ലേ? എന്ത് അടിപൊളി ഒക്കെ പൂവാണ് വിരിഞ്ഞിരിക്കുന്നത്. റോസ് കളർ ഒരു പൂ. ഇതുകൊണ്ടാ പിങ്ക് കളർ പൂ. ശരി, അവിടെ ഇങ്ങനെ ആൾക്കാരിരുന്ന് മീൻ പിടിക്കുന്നതാണ് ചൂണ്ടയിട്ട്. ഇത് മാറും. നടുക്കാണ് ഈ പാലം വരുന്നത്. ഇവിടെ ഇതുവഴി ഇങ്ങനെ കയറി ഇങ്ങനെ പോകും. ഇടവേടൊക്കെ അല്ല, അതിപ്പോൾ ഫില്ല് ചെയ്യും. ഒരു പണി നടക്കുന്നതല്ലേ ഉള്ളൂ. മണ്ടത്തരം പറയാതെ ഒരാളിരിക്കുന്നണ്ട. ഓ, നമ്മളാണേ ഇരിക്കോ. ഒരു മീൻ കിട്ടി. ഒരു കുഞ്ഞു മീൻ, നെത്തോലിയാണെന്ന് തോന്നുന്നു. നമ്മൾ കുറേ ഒരു ആവശ്യത്തിന് നടന്ന് ഒരടി നടക്കാൻ വയ്യ ഇനി. അവിടെ നമ്മൾ തിരിച്ച് നമ്മളെങ്ങനെ പോവും? അവിടെ തിരിച്ച് വീണ്ടും നടന്നു പോകും. എങ്ങനെയുണ്ട് വീട്? കണ്ട, ഇഷ്ടംപോലെ വീടുകളാണ്. നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ കാണിച്ചു തരാം. പുതിയ പുതിയ വീടുകൾ. ഇത് റോഡ്, അടുത്ത റോഡ്. ഇത് പുതിയ റോഡാണ്. ഇനി നമ്മൾ ഇതുവഴി ഇതൊക്കെ ഇപ്പോഴേ കണ്ടു വച്ചേക്കണം. കാരണം നമ്മൾ ഇതുവഴിയൊക്കെയാണ് ഇനി പോവേണ്ടത്. മൈ ഗോഡ്, ഇതാണ് നമ്മുടെ പുതിയ റോഡ്. അടിപൊളി. ട്രിവാൻഡ്രം പോലെ കിടക്കുന്നില്ലേ? നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ റോഡ് വരുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചാലേ. അടിപൊളി. ഇവിടെ വീടോ അല്ല, എനിക്ക് തോന്നുന്നു ഇത് വെള്ളം നികത്തിയതാണോ, ആറ് നികത്തിയതാണോ എന്താണെന്നൊരു പിടിയുമില്ല. പക്ഷെ ഒരു രസം തന്നെ കേട്ടോ കാണാൻ. ഇവിടുന്ന് സ്ഥലത്തിൻ്റെ ഇത് എവിടെയാണെന്ന്. റോഡ്
മാമത്തുനിന്ന് വരുന്ന ഇത് ട്രിവാൻഡ്രത്ത് വരുന്ന മാമത്തുനിന്ന് വരുന്ന റോഡല്ലേ, മാമൻ റോഡ്. ഇതിങ്ങനെ വന്ന് ഇപ്പം ഇവിടെ വരെ എത്തിയുള്ളൂ. ഇതിന് നേരെ അങ്ങ് പോകുമ്പോൾ അവിടെയാണ് നമ്മുടെ വീട്. അവിടെ ആ വെള്ളം കാണുന്നുണ്ടോ, അവിടെയാണ്. ആ വെള്ളം കാണുന്നതുമല്ല, അതിൽ നിന്നും പോകണം. അതിൻ്റെ ഒരു 2 ഇരട്ടി പോകുമ്പോൾ നമ്മുടെ വീട്. പക്ഷെ നേരെ ലൈനുള്ള റോഡാണ്, നേരെ ആ ഒറ്റ ലൈനിൽ. ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ കാണേണ്ട കാഴ്ചകൾ. അയ്യോ രക്ഷയില്ല. ഇത്ര സമയം റോഡ് അറിയാൻ വൈകാതെ നിന്നത് ഇപ്പം കിട്ടി. അതായത് അതെന്ന് പറയുന്നത് നേരെ ഇങ്ങനെ പോകുന്നത് ആറ്റിങ്ങൽ കൊല്ലമ്പുഴ റോഡ്. അപ്പം അവിടെ ഇതാണ് കൊല്ലമ്പുഴ റോഡ്. അവിടെ നിന്ന് നേരെ ഇങ്ങനെ വന്ന് നേരെ പോകുക തൊപ്പിച്ചന്ത. ഓക്കെ, ആ മനസ്സിലായോ ഇപ്പം? വീഡിയോ കട്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം. വയ്യേടാ വണ്ടി കയറും. അഡ്വഞ്ചറാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ അങ്ങോട്ട് എപ്പോഴും ആൾക്കാർ വെള്ളം പിടിച്ചൊന്നും മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും മീൻ പിടിച്ചു. നമ്മൾ അങ്ങോട്ടേക്ക് ഇത്രയില്ല, തിരയില്ലായിരുന്നല്ലോ. തിരയല്ല, അത് വെള്ളം. നമുക്കിനി ഇതെല്ലാം കഴിഞ്ഞ് പോകണം. ഇത് കഴിഞ്ഞ് പാലം കഴിഞ്ഞ് പിന്നെന്തോന്ന് പാലത്തിൻ്റെ അപ്പുറം മല. വാ പോവാം. ഈ പാറ ഇടിക്കും. അപകടം പിടിച്ച വഴിയാണ്. കാരണം ഇതുവഴി എപ്പോഴാണ് വണ്ടി വരുന്നതെന്ന് പറയാൻ പറ്റൂല. പെട്ടെന്ന് പോവാണ്ടേ. ചുമ്മാ ഇങ്ങനെ ഡ്രസ്സ് നീ എപ്പോഴാണ് കഴിയുന്നത്? കളിച്ചോ കൊച്ചുങ്ങൾ മണ്ണിൽ കളിക്കണമെന്നാണ് കളി. നന്നായിരിക്കട്ടെ. എല്ലാത്തിനും കാണിച്ചുതരാം. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാൻ. പോയാ എവിടെ നോക്കട്ടെ, മുഖം നോക്കട്ടെ. ഇതാണ് ബാഹുബലി. താണ്ട പിന്നെ വണ്ടി കയറാൻ പോവുകയാണ്. കേറിക്കോ ബാഹുബലി. പോട്ട് കേറ്, നീ കേറ്, നമ്മൾ പോയിട്ട് വരാം. ഇവനെ ഇനി ആ വാഷിംഗ് മെഷീനകത്തിട്ട് അടിച്ചെടുത്താലേ പറ്റൂ. പിന്നെ ഓ വാ വീട് പണി നടന്നു. പക്ഷെ അതൊന്നും പിടിക്കാൻ പറ്റില്ല, മറന്നുപോയി. അടുത്ത വീട് പണി. ഇവിടെ ഫുള്ള് ഈ ലൈൻ മൊത്തം വീട് പണിയാണ്. അതുകൊണ്ട് അവിടെ വീട് പണി ഇഷ്ടം പോലെ അല്ലേ. 4 മണിക്ക് ഇറങ്ങി നമ്മളാണ്. മണി 6:45. ഇനി ഒരടി വെക്കാനുള്ള ആരോഗ്യം നമുക്കില്ലാത്തതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഹംദു അയ്യ ബാ.